തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ധാരണയില്ലെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെ കുറിച്ച് തനിക്കറിയില്ലെന്നാണ് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറയുന്നത്. കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF മത്സരിക്കാതിരിക്കുമ്പോഴാണ് ഒരു ധാരണയുമില്ലെന്ന് നേതൃത്വം ആവർത്തിക്കുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരിടത്തും വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ഉള്ള ധാരണകൾ ഇല്ല എന്നാണ് UDF സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനു വിരുദ്ധമായി പരസ്പരം സഹകരിച്ച് മത്സരിക്കുന്നതിൻ്റെ തെളിവുകളാണ് പലയിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ 2 സീറ്റുകളാണ് UDF ധാരണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. ഈ സീറ്റിലെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ UDF പ്രാദേശിക നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് UDFിൻ്റെ പഞ്ചായത്ത് കൺവെൻഷനിലും വെൽഫെയർ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കുന്ന ബോർഡുകളും പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K. പ്രവീൺകുമാർ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഒരു ധാരണ എങ്ങും പരസ്യമായോ രഹസ്യമായോ ഇല്ല. ഈ തെളിവുകൾ പുറത്തു വന്നെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി. എൻ്റെ അറിവപ്പെട്ടില്ല, ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കും. ഞാനൊരു കാര്യം കട്ടൻട്രിയെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDFിന്റെ ഘടകകക്ഷികളും അസോസിയേറ്റ് RMPയുമായി അപ്പുറത്ത് ഒരു കക്ഷിയുമായും UDFന് സീറ്റ് തരണയോ മുന്നണി ബന്ധമോ ഇല്ല. കൊടിയത്തൂരിലെ പരിശോധിക്കും, ഉണ്ടെങ്കിൽ പരിശോധിക്കും. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പരിശോധിക്കും. അങ്ങനെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കും, ഉറപ്പായും പരിശോധിക്കും. ഈ കോർപ്പറേഷനിലെ ഒരു സൗദ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. വെൽഫെയർ പാർട്ടി നോമിനി ഞാനല്ലേ പ്രഖ്യാപിച്ച സൗദയെ? ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളല്ലേ പറയുന്നത്. കാരണം വെൽഫെയർ പാർട്ടി സ്വന്തം തുറണ്ടേ. UDF സ്വതന്ത്ര സ്ഥാനത്തെ പ്രഖ്യാപിച്ചത് ഞാനാണ്. പിന്നെ ഇങ്ങനെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സാഹചര്യമല്ലോ? അത് അവിടുത്തെ ജയിക്കാനുള്ള സാഹചര്യം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം പലയിടങ്ങളിലും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്ന രീതിയിലാണ് വെൽഫെയർ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഇരുവർക്കും പരസ്പരം പിന്തുണ നൽകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം പരസ്യമായ പിന്തുണ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ BJPയുടെയും CPMന്റെയും ഭാഗത്തു നിന്നും വലിയ പ്രചാരണങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. സമസ്തയടക്കമുള്ള സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടിയും UDFും തമ്മിലുള്ള സഹകരണം പലയിടങ്ങളിലും ഉണ്ടായ ശേഷവും കഴിഞ്ഞ ദിവസം സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം അടക്കം ഈ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പരീക്ഷണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. പരസ്പര സഹകരണത്തിലൂടെ രഹസ്യമായി മുന്നോട്ട് നീങ്ങുക. കൂടുതൽ ഫലം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയെങ്കിൽ അസോസിയേറ്റ് അംഗത്വം അടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാണ് UDFിന്റെ തീരുമാനം.